ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ഡ്രസ്സിലേക്കും ആ ഡ്രസ്സിൻ്റെ ബാക്കി ക്ലോത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് മാസ്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഓരോ ഡ്രസ്സുക്കും റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെയുള്ള മാസ്ക് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. മാസ്ക് ഇപ്പോൾ ധരിച്ചിട്ട് പോലെ നമുക്ക് എല്ലാവർക്കും ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡ്രസ്സിലേക്കും നമ്മൾ ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ മിക്സ് ആൻഡ് മാച്ച് മാസ്ക് സ്റ്റിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ ഞാനിതാ ഈ ഒരു നീല കളറും അതേപോലെ റോസ് കളറും ഡബിൾ സൈഡിൻ്റെ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ സൈഡ് ആകുമ്പോൾ ഒരു ഭാഗത്ത് റോസ് കളറും ഒരു ഭാഗത്ത് നീല കളറും വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് ഏതൊരു ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പേപ്പറിൽ ആദ്യം ഒന്ന് എങ്ങനെയാണിതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. 10 ഇഞ്ച് നീളവും 6.5 ഇഞ്ച് വീതിയുള്ളൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ കറക്റ്റ് മെഷർമെൻറ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇത് പേപ്പറിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് കട്ടിലൊരു പേപ്പർ. അപ്പോൾ 10 ഇഞ്ച് നീളവും 6.5 ഇഞ്ച് വീതിയുള്ളൊരു പേപ്പർ എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ചട്ടയോ ബോർഡോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ നേരെ പകുതി മടക്കുക. അതിന് ശേഷം നേരെ ഒന്നും കൂടെ ഒന്ന് മടക്കട്ടെ, വീതിയിൽ മടക്കുക. ആദ്യം നീളത്തിലൊന്ന് മടക്കുക, പിന്നെ വീതിയിൽ മടക്കുക. നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കി വെക്കൂലേ, അതേപോലെ തന്നെ. അപ്പോൾ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്കിതിൽ മെഷർമെൻറ്റുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു അറ്റത്ത് നിന്ന് നമ്മളെ മടക്ക് വരുന്ന ഭാഗം നമ്മുടെ അടുത്തേക്കായിട്ട് വെക്കുക. നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ വെക്കുക. മടക്ക് വരുന്ന ഭാഗം നമ്മുടെ അടുത്തേക്ക് വെച്ചിട്ട് ആ മടക്കി വെച്ച ആ മറ്റേ ഭാഗത്ത് 3 സെൻറ്റിമീറ്റർ കേട്ടോ, 3 ഇഞ്ചല്ല, അത് പ്രത്യേകം നോക്കുക. 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും അതേപോലെ 3 സെൻറ്റിമീറ്റർ അങ്ങോട്ടും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ടേപ്പ് നേരെ മറിച്ച് പിടിച്ചാൽ സെൻറ്റിമീറ്റർ ഉണ്ടാവും. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും 3 സെൻറ്റിമീറ്റർ അങ്ങോട്ടും നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്ന ഭാഗം ഏതാണെന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കി വെക്കുക കേട്ടോ. മടക്ക് വരുന്ന ഭാഗത്തല്ല, മറ്റേ ഭാഗത്താണ്. അതിന് ശേഷം നേരെ താഴെ ഈ മടക്ക് വരുന്ന ഈ ഭാഗത്ത് നിന്ന് 3 ഇഞ്ച് ഇങ്ങോട്ടും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ കണ്ടല്ലോ. ഇവിടുന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച്, അങ്ങോട്ട് 3 ഇഞ്ച്, അതേപോലെ ഈ മടക്ക് വരുന്ന ഭാഗത്ത് താഴെ ഇവിടുന്ന് അങ്ങോട്ട് 3 ഇഞ്ച്. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഡബ്ബയുടെ മൂടിയോ എന്തെങ്കിലും ഒന്ന് എടുക്കുക, ഇതുപോലെ റൗണ്ടായിട്ടുള്ള. എന്നിട്ട് ഇതാ ഈ ഒരു പോയിന്റുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കുക. നമ്മൾ ഇതുപോലത്തെ മൂടി എടുക്കുന്ന ആ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു മൂടി വെച്ചിട്ട് ഈ 2 പോയിന്റുകൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു മൂടി നേരെ ആദ്യം നമ്മൾ പുറത്തേക്കായിട്ടാണ് ആ ഒരു റൗണ്ട് വെച്ചത്. ഇപ്പോൾ നേരെ ഉള്ളിലേക്ക് ഇതുപോലെ റൗണ്ട് വെച്ചിട്ട് ആ ഒരു പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ 2 പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ഈ ഒരു റൗണ്ട് പുറത്തേക്കാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അവിടെ ചെയ്യുമ്പോൾ ആ റൗണ്ട് ഉള്ളിലേക്കാക്കിയിട്ടും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതുപോലത്തെ കട്ടിയുള്ള ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ പീസിലൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഒരു പ്രാവശ്യം വെച്ചാൽ കട്ട് ചെയ്താൽ അതൊന്ന് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതിൽ നേരെ ഈ ഒരു ചട്ട വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ടൊന്ന് ആ ഒരു ക്ലോത്ത് തന്നെ ഇതുപോലെ പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മാസ്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ റെഡിമെയ്ഡ് ഇപ്പോൾ നമുക്കിതുപോലത്തെ മിക്സ് ആൻഡ് മാച്ച് മാസ്കൊക്കെ ട്രെൻഡ് ആയിട്ടുള്ളൊരു ടൈമാണല്ലോ. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഡബിൾ സൈഡാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സൈഡിൽ ഒരു കളറും ഒരു സൈഡിൽ വേറെ കളറും. അപ്പോൾ നമുക്ക് 2 ഡ്രസ്സിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ ഒരു പേപ്പർ ഇതിപ്പോൾ 2 പീസായിട്ടല്ലേ കിട്ടുക. നമ്മൾ നേരെ ക്ലോത്തിൽ തന്നെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ 2 പീസായിട്ട് കിട്ടും. അപ്പോൾ ഞാനത് പേപ്പറിലാക്കിയതുകൊണ്ട്, ചാർട്ട് പേപ്പറിലാക്കിയതുകൊണ്ട് ഇതിൻ്റെ ഒരു പീസ് എടുക്കുകയാണ്, ഒരു പീസ് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു പീസ് ക്ലോത്തിൽ മാർക്ക് നേരെ മുകളിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ മുകൾ വശം ഒന്ന് ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലോത്തിലാവുമ്പോൾ നമുക്കിതുപോലെ 2 പീസാണ് കിട്ടുക. ഇതിപ്പോൾ ഞാൻ ചാർട്ട് പേപ്പർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇത് നമ്മൾ നേരെ ക്ലോത്തിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് മാസ്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ
നമ്മൾ ഇനി ക്ലോത്തിൽ ഇതൊന്ന് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ നീല ക്ലോത്തിൽ ഇത് രണ്ടാക്കി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചു. അപ്പോൾ 2 പീസല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഈ ഒരു പേപ്പർ നമ്മൾ ഇതുപോലെ ഇതിൽ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് ബിഗിനേഴ്സൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് പിൻ കുത്തി വെച്ചിട്ട് വരച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇത് നീങ്ങിപ്പോവാതെ കറക്റ്റായിട്ട് ഈ സൈഡിലൂടെ ഒന്ന് വരച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് അരികിലൂടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. സ്റ്റിച്ചിങ്ങൊക്കെ ഇഷ്ടമുള്ള ആളുകൾ, അതേപോലെ ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 പീസായിട്ടാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഇതുപോലെ 2 പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ 2 പീസായിട്ട് കിട്ടുക. ഇനി നമുക്ക് റോസ് കളറിലും ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു പേപ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം. ആ പേപ്പർ നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം കേട്ടോ മാസ്ക്. അപ്പോൾ ഞാൻ ഈ റോസ് പേപ്പർ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാസ്കാണ് കേട്ടോ. മാസ്കുകൾ പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ ഹിജാബൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ആ ഒരു ടൈപ്പിലുള്ള മാസ്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന മാസ്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അതും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ റോസ് പീസും ഇതേപോലെ 2 ഫോൾഡ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നുള്ളതെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നല്ല വശങ്ങൾ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ 2 മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുക. 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ ആ മുകളിൽ ഒന്ന് ആ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടോ. 2 പീസിൻ്റെയും മുകളിൽ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ആ ഒരു സ്റ്റിച്ചിൽ കട്ട് ചെയ്യാതെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ഓരോ കട്ടിട്ട് കൊടുക്കാതെ നമുക്ക് ക്ലോത്ത് നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ പെടാതെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് അപ്പുറം മറിച്ചെടുക്കുകയാണ് ചെയ്യുക. ഞാനിതാ 2 പീസിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി വെക്കുക കണ്ടോ. അതേപോലെ മറ്റേ പീസും നമുക്കൊന്ന് നിവർത്തിയെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു പീസുകളിലെ നല്ല വശങ്ങൾ ഒപ്പത്തിനൊപ്പം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു പീസിൻ്റെ മുകളിലായിട്ട് ഇത് നിവർത്തിയിട്ട് 2 പീസിൻ്റെ നല്ല വശം ഒപ്പത്തിനൊപ്പം ഇതുപോലെ വെച്ച് കൊടുക്കുക. ചീത്ത വശം 2 പുറത്തേക്ക് വരുന്ന രീതിയിൽ ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് ആ സ്റ്റിച്ച് വന്ന ഭാഗമൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ ഒരു അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ ഇപ്പുറം നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് കേട്ടോ. ഈ 2 സൈഡിൽ സ്റ്റിച്ച് ചെയ്യരുത്. എന്നിട്ട് നമുക്കൊന്ന് അപ്പുറം മറിച്ചെടുക്കുകയാണ് ചെയ്യുക. ഞാൻ 2 സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തു, മറ്റേ അരികിലൂടെയും സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കിത് ഈ ഒരു 2 സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെറിയ കട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം ഉള്ളൊന്ന് മറിച്ചെടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ ഇതൊന്ന് അപ്പുറം മറിച്ചെടുക്കാം. ഞാനിത് ഇപ്പുറത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഡബിൾ സൈഡിൻ്റെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഒക്കെ ഉള്ളിൽ പോയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് റോസ് കളറും മറ്റേ ഭാഗത്ത് നീല കളറും. അപ്പോൾ നമുക്ക് 2
കളറുള്ള ഡ്രസ്സിലേക്കും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതേപോലെയാണ് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് ഇലാസ്റ്റിക് ഒന്ന് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു സൈഡ് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതാ ഞാൻ ഈ 2 സൈഡും ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ 2 ഭാഗം കിട്ടിയിട്ടുണ്ട്. ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 പീസ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 6 ഇഞ്ച് വീതിയിൽ 6 ഇഞ്ച് നീളമുള്ള ഇലാസ്റ്റിക്കാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 6 ഇഞ്ച് വീതിയിലുള്ള 2 പീസ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ഹിജാബിന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഹിജാബൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഹിജാബൊക്കെ ചുറ്റി കഴിഞ്ഞതിന് ശേഷം മുകളിലൂടെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന മാസ്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ ചെയ്തിട്ട് നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ 2 പീസാക്കി കട്ട് ചെയ്യാതെ 12 ഇഞ്ചിലോ അല്ലെങ്കിൽ ഒരു 11 ഇഞ്ചിൽ ഉള്ള ഒരു ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നേരെ ഇതിൻ്റെ സെൻറ്ററിലും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഒരറ്റം ഈ സെൻറ്ററിലും ഒരറ്റം മറ്റേ സെൻറ്ററിലും വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ചെവിയിലേക്ക് ഇടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു ഭാഗത്ത് ഇതുപോലെ ഇലാസ്റ്റിക് 2 ഭാഗത്തും കടത്തി കൊടുത്തിട്ട് നമ്മളൊന്ന് ഈ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇലാസ്റ്റിക്കുള്ള ഭാഗത്ത് 2-3 സ്റ്റിച്ച് കൊടുക്കുക. അത് വലിയുന്ന സ്ഥലമല്ലേ. അപ്പോൾ മറ്റേ ഭാഗം ഇതുപോലെ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. കണ്ടോ, ഇതേപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. അതിന് ശേഷം ഇലാസ്റ്റിക് 2 സൈഡിലുമായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു അരികിൽ ആയിട്ട് ഇലാസ്റ്റിക്കിൻ്റെ ഒരു അറ്റവും മറ്റേ അരികിലായിട്ട് ഒരറ്റവും വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 അരികിലും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഏത് ഡ്രസ്സാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ ഒരു പീസ് വെച്ചിട്ട് തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള മാസ്ക് നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നല്ല ട്രെൻഡി ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഏത് റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കുമ്പോഴും അതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഇതുപോലത്തെ മിക്സ് ആൻഡ് മാച്ച് മാസ്കാണ് കിട്ടാറുള്ളത്. അപ്പോൾ അതൊരു നല്ലൊരു ലുക്കുമാണ്. നമ്മൾ ഏതെങ്കിലും കളർ മാസ്കൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നല്ല ഡ്രസ്സൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു മാസ്ക് തന്നെ യൂസ് ചെയ്യുമ്പോൾ. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴെയുള്ള കളറിനനുസരിച്ച് താഴത്തെ ബോബിനിൽ നമ്മൾ നൂല് മാറ്റി കൊടുക്കണം. പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാസ്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഈ ഡബിൾ സൈഡ് മാസ്കിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഡ്രസ്സിലേക്കുള്ള ഒരു മാച്ച് ആവുമ്പോൾ. കണ്ടോ, ഞാൻ ഈ ഒരു റോസ് കളർ ഡ്രസ്സിലേക്കാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റോസ് കളറിലും അതേപോലെ ഈ നീല കളർക്കാണ് ഞാൻ നീല യൂസ് ചെയ്തത്. ഈ ഒരു നീല കളർ ഡ്രസ്സ് ഇടുമ്പോൾ ഈ ഒരു നീല കളറ് പുറത്തേക്കായിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഓരോ ഡ്രസ്സ് ചെയ്തപ്പോഴും അതിൻ്റേത് ഓരോ പീസ് കൊണ്ട് ഇതുപോലെ ചെയ്ത് വെച്ചതാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട്. ഒക്കെ ഡബിൾ സൈഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു മാസ്ക് ഞാൻ ഹിജാബിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഹിജാബ് ആകുമ്പോൾ നമുക്ക് ചുറ്റിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക. അതേപോലെ എപ്പം വേണമെങ്കിലും നമുക്ക് ഹിജാബൊന്നും പിന്നു കുത്തിയതൊന്നും അയക്കാതെ നേരെ മാസ്ക് മാത്രം അയച്ചെടുത്താൽ മതി. തലയിലൂടെ ഇങ്ങനെ ഇടുന്നതായതുകൊണ്ട് അങ്ങനെയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളിത് കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി പീസ് വെച്ചിട്ട് അതിലേക്ക് ചെയ്തതാണ്. ഒരു ഭാഗത്ത് പ്ലെയിനായിട്ടും ഒരു ഭാഗത്ത് അതേ ഒരു കളറിൽ തന്നെ പ്രിൻ്റ് ആയിട്ടുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് റെഡും അതേപോലെ ഈ ഒരു ക്രീം കളറും വെച്ചിട്ട് ചെയ്തതാണ്. ഇത് ഞാൻ ഇതുപോലത്തെ ഹിജാബിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് എന്തായാലും ചെയ്യുക. പിന്നെ ഇപ്പോൾ തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കൂ. പിന്നെ അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഏതൊക്കെ വീഡിയോസാണ് ചെയ്യേണ്ടത്, ഏതാണ് സ്റ്റിച്ചിങ്ങിൽ നമ്മൾ ഇനി അടുത്തതായിട്ട് കൊണ്ടുവരേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതുപോലെ ചെയ്യാൻ പറ്റും. ഇനി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫോട്ടോസൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് തരാം. നമ്മൾ ഇൻസ്റ്റഗ്രാം ID താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡബിൾ സൈഡ് മാസ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക കേട്ടോ. കമൻറ്റ് എന്തായാലും ചെയ്യുക.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കസിൻസിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത നല്ല ഉഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ.